രാത്രി അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെടുത്ത് യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൻ പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ വെള്ളോത്തുല അന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരും പുരുഷനെ കണ്ടേൻ ഉത്തമ പുരുഷനെ കണ്ടേൻ പുരുഷനെ കണ്ടേൻ ഉത്തമ പുരുഷനെ കണ്ടേൻ. സ്നാനം 3:10 സ്നാനം 3:30 വേല 3:10 സ്നാനം 3:10 സ്നാനം 3:30 വേല 3:10 സ്നാനം 3:10 സ്നാനം 3:30 വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. സ്നാനം 3:30 വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. പാതിൽ പലതരം വേലകൾ ചെയ്തു പാതിൽ പലതരം വേലകൾ ചെയ്തു പലതരം വേലകൾ ചെയ്തു താൻ. ഭൂതപിശാചിൻ തലയെ തകർത്ത പുരുഷനെ കണ്ടേൻ ഉത്തമ പുരുഷനെ കണ്ടേൻ പുരുഷനെ കണ്ടേൻ ഉത്തമ പുരുഷനെ കണ്ടേൻ. ആദിമനുജനം ആദാമിൽ കൂടല്ലോ ആദിമനുജനം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതു. ആദിമനുജനം ആദാമിൽ കൂടല്ലോ
ഈ സ്വർഗമഹിമകൾ വീട്ടുകത്തിൽ വന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ 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 പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിലെ വളരെ കമ്പിവാചകം പോലെ ആയിരിക്കും ദൈവവചന ശുശ്രൂഷ. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. ശ്രേഷ്ഠരായ എല്ലാ കർത്തൃദാസന്മാരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ നടുവെന്ന് പ്രസംഗിക്കുന്നത് തന്നെ വലിയ പേടിയായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ ആ ഇരിപ്പും നോട്ടമൊക്കെ കണ്ടിട്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിന്റെ നോട്ടമെങ്കിൽ നിന്ന് അപ്പം നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ തിരുവചനത്തെ വായിച്ചത് യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ശക്തരായ ദൈവദാസന്മാർ ദൈവവചന ശുശ്രൂഷിച്ചു. രാജു ആനിക്കാട് അവർകൾ, ഷിബിൻ പാസ്റ്റർ, അതുപോലെ തന്നെ എബി അബ്രഹാം, ഇന്നലെ ബഹുമാനപ്പെട്ട PC ചെറിയാൻ, എല്ലാം ഒന്നുക്കൊന്നുക്കും മെച്ചമാണ്. അപ്പോൾ ഒടുവിൽ എനിക്കൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ദൈവത്തിൻ്റെ മഹത്വം ക്ഷണിച്ചവർക്ക് ഒന്നുകൂടെ നന്ദി ചൊല്ലുന്നു. ഇന്ന് രാത്രി കൊമ്പം പോയതിൻ്റെ പുറകെ മോഴ വന്നെന്ന് പറഞ്ഞ പോലെ ശ്രേഷ്ഠരും പ്രഗത്ഭരുമായ കർത്തൃദാസന്മാരെ ശുശ്രൂഷിച്ച ഈ സദസ്സിൽ എനിക്കും വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന അവസരത്തിന് ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അല്പസമയം ദൈവവചനം നമുക്ക് ചിന്തിക്കാം. അതിനടിസ്ഥാനമായിട്ട് വായിച്ചത് എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യം. സജിമോൻ പാസ്റ്ററിനോട് എനിക്ക് നേരത്തെ നിർദ്ദേശം തന്നിട്ടുണ്ട്. അത് ഒന്നും പേടിക്കേണ്ട, പ്രാർത്ഥിച്ചിരുന്നാൽ മതി, അതിൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. അതെന്തുവാന്ന് ഞങ്ങൾക്ക് തമ്മിൽ അറിയാം. കർത്താവിന് മഹത്വം. അപ്പോൾ ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 59-ന്റെ പ്രാരംഭവാക്യം. ഈ സത്യവേദ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പുസ്തകമാണ് യെശയ്യാ പ്രവചനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേദപുസ്തകത്തിന് 66 പുസ്തകമുള്ളതുപോലെ യെശയ്യാ പ്രവാചക പുസ്തകത്തിന് 66 അധ്യായങ്ങളാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഇത് പല ഭാഗങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ട് പഠിക്കുന്നു. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ വലിപ്പം തൂക്കവും കാശിൻ്റെ കനവും വീടിൻ്റെയും മൊബൈലിൻ്റെയും വണ്ടിയുടെ അനുസരിച്ചല്ല വലുതും ചെറുതും. ഇന്ന് അതാ അങ്ങനെ വലുതും ചെറുതും. പുള്ളി വന്ന വണ്ടി, പുള്ളിയുടെ മൊബൈല്, പുള്ളിയുടെ ഡ്രസ്സ്, അതൊക്കെ അനുസരിച്ച് വലുതാണോ നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ദൈവത്തിൻ്റെ മഹത്വം. എന്നാൽ ദൈവം അങ്ങനല്ല നോക്കുന്നത്. അങ്ങനെ ആണല്ലേ ശൗമയിലോട് പറഞ്ഞതിൻ്റെ പൊക്കവും ഒന്നും നോക്കരുത്. അങ്ങനെ ആ ദൈവം നോക്കുന്നത്. പൊക്കം ഒന്നെടുപ്പോൾ നോക്കുകയായിരുന്നെങ്കിൽ, കളർ നോക്കുകയായിരുന്നെ നമ്മൾ പലരും ഇവിടെ വരികയല്ല. നമ്മളെക്കാൾ മിടുക്കന്മാരെല്ലാം ധാരാളം ആൾക്ക് കാശ് നോക്കുകയാണെങ്കിൽ ഇവിടെ 1-2 പേരെ മിക്കാറും സ്റ്റേജ് കാണാൻ സാധ്യതയുള്ളൂ. ഇതൊന്നും ദൈവം നോക്കിയില്ല. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഗ്രൗണ്ടിൽ പോലും കയറാൻ നോക്കുകയല്ല. ദൈവം പിന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ടിലോട്ടെങ്കിലും കയറാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ഇതൊന്നും നോക്കിയില്ല. ദൈവത്തിൻ്റെ മഹത്വം. ദൈവം നോക്കിയപ്പോൾ എൻ്റെ സഹപാഠന്മാരോട് പറയാ, വിശ്വസ്തരെന്ന് കണ്ടതുകൊണ്ടാണ് ശുശ്രൂഷയ്ക്കാക്കിയത്. കുടുംബശ്രേഷ്ഠതയോ മഹിമയോ മഹത്വം ഒന്നുമല്ല. നാം വിശ്വസ്തരെണ്ണി ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ ആക്കി. നമ്മളായതല്ല, അവിടെ നിന്ന് ആക്കിയതാണ്. അപ്പോൾ യെശയ്യാ പ്രവചനത്തിന്റെ വിശേഷത, ദൈവത്തിന്റെ മഹത്വം. വേദപുസ്തകത്തിന് 66 പുസ്തകമുള്ളതുപോലെ ഈ പ്രവചന പുസ്തകത്തിന് 66 അധ്യായം. യെശയ്യാ പ്രവാചകന് വേദ പഠിതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പ്രയോഗം, അത് മലയാളത്തിൽ അങ്ങ് തെളിച്ചു പറഞ്ഞാൽ സുവിശേഷ പ്രവാചകൻ എന്ന.
അതെന്താ അങ്ങനെ പറയാൻ കാര്യം? യേശു ക്രിസ്തുവിൻ്റെ ആമേൻ സ്തോത്രം ജനനം മുതൽ മരണം വരെ, അല്ല അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം തീർന്നില്ല, അവിടുത്തെ ഭരണം, അവിടുത്തെ വീണ്ടും വരവ്, ആമേൻ അവിടുത്തെ നിത്യാസ്തിത്വം, ഇതെല്ലാം അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ്. ഇതുപോലെ മറ്റ് പ്രവാചകന്മാരൊക്കെ യേശു ക്രിസ്തുവിനെ പറ്റി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല വാക്യങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു സുവിശേഷ പ്രവാചകൻ എന്നാണ് വിശേഷണ പദം കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ. മാത്രമല്ല, എന്താ ഈ സുവിശേഷം എന്തുവാ? അതല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അതിനുള്ള കാര്യം വളരെ ക്ലിപ്തമായിട്ട് പൗലോസ് പറഞ്ഞു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്ന സുവിശേഷം. സുവിശേഷം മതം മാറ്റമല്ല, സ്ഥലം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, നാട്ടുകാരുടെ ധൈര്യം കെടുത്തുകയല്ല, മറ്റുള്ളവനെ കൊലയ്ക്ക് കൊടുക്കാൻ അവൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല, അവൻ്റെ തലയെടുത്തോണ്ട് വാ വത്സ ഞാൻ നിന്നെ പ്രസാദിക്കാന്ന് പറയുന്ന മാർഗമല്ല സുവിശേഷം. അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളുണ്ട്. ഇന്ന മതത്തിൽപ്പെട്ടവനെ വെട്ടിക്കൊല്ലണം, ഇന്ന മതത്തിൽപ്പെട്ടവനെ ഇവിടെ താമസിപ്പിക്കരുത്, ഇന്ന മതത്തിൽപ്പെട്ടവനെ തട്ടിക്കളയണം, ഇന്ന വ്യക്തിയെ നശിപ്പിക്കണം. അതല്ല സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. സ്പർദ്ധയുണ്ടാക്കുന്നതല്ല സുവിശേഷം. ജാതിയോടും മറ്റ് മതങ്ങളുമായി കൂട്ടി അടിപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം. മറ്റുള്ളവനെ കൊന്നുമുടിക്കുന്ന മാർഗമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ ഈ ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദാവീദിന് അറിയാവുന്നവര് ചേർന്നങ്ങോട്ട് പറ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ഈ സുവിശേഷത്തെ മുടിച്ചു കളയുവാൻ, തച്ചുടയ്ക്കുവാൻ കച്ചകെട്ടി രംഗത്ത് വന്ന മന്ത്രിമാരുണ്ട്, മന്ത്രി പുങ്കവന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, ഭരണകൂടങ്ങളുണ്ട്, രാഷ്ട്ര തലവന്മാരുണ്ട്, സാമുദായിക നേതാക്കളുണ്ട്, ആരോഗ്യമുള്ളവരും ദൃഢഗാത്രന്മാർ എന്ന് വേണ്ട ഏതെല്ലാം അഭ്യാസ മുറകൾ എല്ലാ നൂറ്റാണ്ടുകളിൽ ഇറക്കി. പക്ഷേ സുവിശേഷം എന്നും തകർന്നിട്ടില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ എൻ്റെ വെന്നിക്കൊടി പറപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇത് മരിച്ചു മണ്ണോട് ചേർന്ന മാർഗമല്ല, ഉയർത്തെഴുന്നേറ്റ മാർഗമാണ്. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ മുടങ്ങുന്നത്. ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ഓ ഇടിക്കണം പേയിൻ കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുവിൻ സുവിശേഷത്തിൻ കൊടി കോശത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. യോഗ്യമേ ഇത് നമുക്കതിഭാഗ്യമേ, രക്ഷിതാവിന്റെ വാക്യമേ, സ്വർലോകരോടൈക്യമേ, യേശുരാജന്റെ സുവിശേഷക്കൊടി കോശത്തോടുയർത്തിയിടണം. നമ്മൾ ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. രാത്രി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ സുവിശേഷമായി ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലായിടങ്ങളിലും പറയുന്ന കാര്യമാണ്. അവൻ സകല മനുഷ്യനും രക്ഷപ്പെടാൻ, എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. ദൈവത്തിന് മഹത്വം. ആരാ ഇത് കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനം എപ്പോഴും പറയുന്നത് എല്ലാവരും ഇത് കേൾക്കണം. 49:1 വായിച്ച് ബഹുമാന്യ കർത്തൃദാസനെ. 49:1 അറിവുള്ള വാക്യമായി. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഇത് എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ. സകോലം മാലാവിനോ അത് എല്ലാവർക്കും പിടികിട്ടുമോ? ഓ, മലയാളം തന്നെ നമ്മൾ തെറ്റിച്ചാ വായിക്കുന്നത്. എന്നാൽ ഇത് എല്ലാവർക്കും കേൾക്കേണ്ട കാര്യമാണ്. സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അതാ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഇത് കേട്ടാൽ വിടുതല. ഇത് കേട്ട് വിടുതല പ്രാപിച്ചവരാ ഇവിടെ വന്നിരിക്കുന്നതല്ല.
ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും മട്ടാഞ്ചേരിയിൽ അടിയുണ്ടാക്കി ഒന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ മകത്ത് നാട്ടുകാർക്കൊക്കെ പേടി സ്വപ്നം. നാട്ടുകാർക്ക് മാത്രമാണോ, വീട്ടുകാർക്ക് ഭാര്യ പോലും പേടിച്ച് കട്ടിലടി കയറിയിരുന്നതാ. കൊച്ചുങ്ങളെല്ലായിട്ട് തോടിയതാ. അവരെല്ലാം കുഞ്ഞാട് പോലും ഇതിന് കയ്യൊന്നും പൊക്കിക്കുക അങ്ങനെയൊക്കെ വന്നത്. ദൈവത്തിന് മകത്ത് അതാ സുവിശേഷത്തിന്റെ വിശേഷത. സുവിശേഷം ചെന്നിടത്തെല്ലാം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കർത്താവിൻ്റെ മകത്വം അങ്ങനെ ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. അത് പറഞ്ഞ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം വ്യത്യാസമാണ്. ഒരു കാലത്ത് ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ വിദ്യ അഭ്യസിക്കുവാൻ എല്ലാവർക്കും അനുവദിക്കത്തില്ല. എന്നാൽ അത് വിദ്യ എല്ലാ വിഭാഗക്കാർക്കും, താഴേക്കിടയിൽപ്പെട്ടവർക്കും വിദ്യ അഭ്യസിക്കുവാൻ ഇടയാക്കിയ മാർഗമാ സുവിശേഷം. പള്ളിയോട് ചേർത്ത് ചില ഓലക്ഷട്ടൊക്കെ ഉണ്ടാക്കി ആമേൻ മറ്റുള്ളവരെ കൊള്ളുകേലെന്ന് ആമേൻ പറഞ്ഞ വ്യക്തികളെ ചേർത്തണച്ച് ആമേൻ സുവിശേഷം അറിയിച്ച് അവർക്ക് വിദ്യ അഭ്യസിക്കുവാൻ ഇടയാക്കിയ മാർഗമാണ് സുവിശേഷം. നേരും ചൊവ്വനും തുണി ഉടുത്ത് നടക്കാൻ ഒരു കാലത്ത് അനുവദിക്കത്തില്ല. പക്ഷെ അതിനെ ഇടവരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഞാനെപ്പോഴും പറയാം, ഈ വെള്ളത്തുണി എൻ്റെ വല്യപ്പൻ ഇതൊന്നും ഉടുക്കാൻ ഒക്കത്തില്ലായിരുന്നു. അങ്ങനത്തെ കാലമായിരുന്നു കേരളത്തിൽ. ഇങ്ങനെ വെള്ളത്തുണി ഇപ്പൊ കണ്ടോ എത്ര മീറ്റർ ഉണ്ടെന്നറിയാം. നാളൊരാൾ ചോദിച്ചു എന്തിനാ ഇത്രോ? ഞാൻ പറയാം, എൻ്റെ എല്ലാം കേട് തീർത്ത് ഞാൻ നടക്കുക. ദൈവത്തിന് മകത് ഇച്ചിരി കൂടെ കിട്ടിയാൽ കൊള്ളാന്ന് ഞാൻ ചിന്തിച്ചിരിക്കുക. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുവാൻ ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അമ്മമാർക്ക്, സഹോദരിമാർക്ക് ഒരു കാലത്ത് മാറുമറയ്ക്കാനൊക്കത്തില്ല. അതിനിടവരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ആഭരണം ഇടുന്നവർക്ക് ആഭരണം ഇടാനൊക്കത്തില്ല. അഥവാ ഇട്ട കല്ലുമാല, വരിക്കപ്ലാവിൻ്റെ അങ്ങോട്ടുള്ള കവട്ടയെന്ന് വിടുന്ന ഇതുണ്ട്. അതിന് പറയുന്ന കുറിയാക്കോ ചക്കയുടെ റാന്നിക്കാരനായതുകൊണ്ട് പുള്ളിക്കറിയാം. ചെറുത് തായ്ച്ചക്ക. അതിന് വേറൊരു പേരാ പറയുന്നത്. മിക്കവാറും ഇടിച്ചൊക്കെ ആകും. ഒന്നും അല്ല എൻ്റെ അമ്മേ. അത് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, കൊളുത്ത് പോലെ. അതാ കാതയിലിടുന്നത്. ആഭരണം ഇടാനൊക്കത്തില്ല. ഞാൻ ആ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനൊരു കാലമുണ്ടായിരുന്നു. പിന്നെ ആഗ്രഹമുള്ളവർ ആഭരണം ധരിക്കരുത്, കല്ലുമാല. അതാ കല്ലുമാല സമരമൊക്കെ കേട്ടിട്ടില്ലേ? പള്ളിക്കുടത്തിൽ കയറ്റുകയില്ല. അയ്യോ, വഴിയിൽ കൂടെ നടക്കാൻ മേല, കൊച്ചിയിൽ കൂടെ എല്ലാവർക്കും ഒന്നും നടക്കാൻ മേല. പട്ടിക്കും പന്നിക്കും താറാവിനും കോഴിക്കും എല്ലാം നടക്കാം, പാമ്പിന് വരെ ഇഴഞ്ഞു പോകാം, മനുഷ്യന് പോകാൻ ഒക്കത്തില്ല. അങ്ങനത്തെ കാലമാണ്. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷം വന്നത് കൊണ്ടാണ്. എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല. അയിത്തമുള്ള കാലമുണ്ടായിരുന്നു. എല്ലാ വീട്ടിലും കയറാനും സംസാരിക്കാനും സഹകരിക്കാനും ഒക്കത്തില്ല. ഇപ്പൊ ഇങ്ങോട്ട് നോക്കി ഏതെല്ലാം ടൈപ്പിൽപ്പെട്ടവരായിരിക്കുന്നത്. ഇതെല്ലാം ദൈവമക്കളായി. അതായത് ഇതിന്റെ ശ്രേഷ്ഠത. ഇതല്ലാതെ നേരത്തെ രീതിയിലായിരുന്നേ എല്ലാ വീട്ടിലും എല്ലാവരും ഒന്നും കയറ്റത്തുമില്ല, കയറാനൊട്ട് എന്തോ ഭിന്നിച്ചാ അത്ര തന്നെ. ദൈവത്തിൻ്റെ മകൻ. ഞങ്ങൾ രണ്ടും അടുത്തിരിക്കുക. പണ്ടത്തെ കാലമാണ്. എനിക്ക് ഞങ്ങളുടെ കണ്ണൂരിൽ ശ്രീകണ്ഠാപുരത്ത് വന്നു വല്ലോ ഇരിക്കാൻ പറ്റുമോ? ഇരുത്തുമോ? അത് കുറ്റമല്ല. അങ്ങനത്തെ അധപ്പതിച്ചൊരു കാലം. പ്രൈസ് ദി ലോർഡ്. എന്നാത്തെ ഒന്നിച്ചൊരു പന്തിയിലിരിക്കുക. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മന്നിലേഖന, മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേല വന്ദനം. ജീവദായക നീ കൃപകാട്ടി നായക, ജീവദായക. മനുവേല വന്ദനം മന്നിലേഖന, മനുജത ഉന്നതാധിപ. മനുവേല
സുവിശേഷം വന്നതാ ഇതിനെല്ലാം മാറ്റം വന്നത്. എവിടെയും ഉയർത്തുവാൻ, എവിടെയും പറയുവാൻ, ആരോടും പറയുവാൻ, എവിടെയും അറിയിപ്പാൻ പറ്റിയ ഒറ്റ മാർഗമാ അത് സുവിശേഷം. സുവിശേഷം ഏത് വീട്ടിൽ ചെന്നിട്ടുണ്ടോ വീടിന് വ്യതിയാനം വന്നിട്ടുണ്ട്. സുവിശേഷം ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ പരിവർത്തിച്ചോ ആ വ്യക്തിക്ക് മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഒരു ദേശത്തെത്തിയാൽ ദേശത്തിന്റെ മുഖഛായ മാറും. സുവിശേഷം ഒരു സംസ്ഥാനത്തെത്തിയാൽ സംസ്ഥാനത്തിന്റെ മുഖഛായ മാറും. സുവിശേഷം ഒരു രാജ്യത്തെത്തിയാൽ രാജ്യത്തിന്റെ അനുഗ്രഹവും സ്ഥിതിക്ക് മാറ്റവും വരും. സുവിശേഷം മാത്രമേ ഇത് സാധിപ്പിക്കൂ. അതുകൊണ്ട് ഈ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുവാൻ ദൈവം ഇടയാക്കി. അതിന് മുഖാന്തരമായ എല്ലാ കർത്തദാസന്മാരെയും സഭകളെയും ചുമതലക്കാരെയും ദൈവം ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ആശീർവദിച്ച് ഞാനും പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള സുവിശേഷം അത് അധികം ദീർഘമാക്കുന്നില്ല. എന്താ സുവിശേഷം? യേശു ക്രിസ്തു എന്തിനാ സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആര് കേൾക്കണം? എല്ലാവരും കേൾക്കണം. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. സുവിശേഷം കേട്ടാൽ എന്തോ നടക്കും. ദൈവത്തിന് മഹത്വം. മത്തായി സുവിശേഷവും ലൂക്കോസും കൂടെ ചേർത്ത് പഠിച്ചാൽ യേശു ക്രിസ്തുവിന് മുമ്പായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ അദ്ദേഹത്തെ പറ്റി ഇങ്ങനൊരു പദമുണ്ട്. മറ്റു പലതും പറഞ്ഞവൻ ജനത്തോട് സുവിശേഷം അറിയിച്ചു. യോഹന്നാൻ സ്നാപകൻ മറ്റു പലതും പറഞ്ഞ് ജനത്തോട് സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം അറിയിച്ചപ്പോൾ അവര് ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണം? അപ്പോൾ പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അപ്പൊ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഉണർവ് യോഗം നടത്തുന്നതല്ല. സക്കായിക്കുണ്ടായതുപോലെ യേശു വീട്ടിൽ വന്നപ്പം പുള്ളി പറഞ്ഞു, ആരോടെങ്കിലും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. അല്ല വീണ്ടും പ്രാർത്ഥിച്ചവൻ്റെ ഇങ്ങോട്ട് എടുക്കുകയല്ല. അപ്പോൾ സക്കായിക്കുണ്ടായ മാനസാന്തരം. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം ശരിക്ക് കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. 2, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. ഇത് പറയാൻ ഒക്കത്തില്ലല്ലോ, ഇതല്ലേ പറയണ്ടേ. അപ്പോൾ പുള്ളിക്കൊരു ചെറിയ സന്തോഷം, അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന്. പുള്ളി പേടിച്ചിരിക്കുക, എന്തുവാ ഇനിയും പറഞ്ഞൊപ്പിക്കുന്നത്, പുള്ളിയെ എല്ലാവരും കൂടെ എടുത്തിട്ട് ഇണ്ടനടിക്കുമോന്ന്. ഒരു കുഴപ്പവും ഒരിക്കലും യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. അങ്ങനെ അങ്ങ് ധൈര്യപ്പെടും. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടാൽ 1 മാനസാന്തരം ഉണ്ടാകും. 2 സുവിശേഷം കേട്ടാൽ നമുക്കറിയാമല്ലോ, ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് അനന്തരം എല്ലാവരും കൂടെ മാളിക മുറിയിൽ ഒന്നിച്ചുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ പരിവർത്തിച്ചു ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ 18 ഭാഷക്കാർ പറയുക, ഇവരെല്ലാം പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുക. ഉടനെ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ലഹരി പിടിച്ചതല്ല, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞെന്ന് നിറവേറിയിരിക്കുന്നതാ. അങ്ങനെ പറഞ്ഞ് പത്രോസ് എഴുന്നേറ്റ് സുവിശേഷം അറിയിച്ചു. അങ്ങനെ പറഞ്ഞ് യേശുവിനെ പറ്റി പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശു, നസറായനാകുന്ന യേശു. സുവിശേഷം. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ 37-ാമത്തെ വാക്യം വായിച്ച എന്തോ സംഭവിച്ചു. സുവിശേഷം കേട്ടപ്പോൾ എന്തോ സംഭവിച്ചു. 37 പെട്ടെന്ന് വായിച്ചോ. 2:37 മേളിലുണ്ട്. ഇത് കേട്ട നേരാ യേശുവിനെ പറ്റി കേട്ടു, നസറായനായ യേശുവിനെ പറ്റി. അതാ സുവിശേഷം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. എന്തുവാ മറുപടി പറഞ്ഞത്? പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം. അപ്പോൾ സുവിശേഷം കേട്ടാൽ സ്നാനമേൽക്കണം. 1 സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. 2 സുവിശേഷം കേട്ടാൽ അവൻ സ്നാനപ്പെടണം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ മുങ്ങി. എല്ലാം വിവരിക്കാൻ നേരമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, യേശുനാമത്തിൽ മുങ്ങരുത്. സ്തോത്രം. മുങ്ങരുത്. കർത്താവ് പഠിപ്പിച്ചത് പ്രധാന ഉപദേശം മത്തായി 28. അതിൽ വലിയ തിയോളജിയന്മാരൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നു. യേശു ആര്? ഞാൻ സെറാമ്പൂരിൽ നിന്ന് യേശു അവിടുന്ന് വല്ലതും തിയോളജി വല്ലതും. ഗുരുവിന് മീതയാകണ്ട. ഗുരുവല്ലയോ തിരുവായി മൊഴിഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പൊ സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. വിവരിക്കുന്നില്ല, വിവരിക്കണമെന്നുണ്ട്. എടുത്ത വാക്യത്തോട് പറയണം. അപ്പോൾ 3 സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. നമുക്കറിയാം, കൊർന്നല്യോസ് എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥൻ, കാശുമൊക്കെ ഉണ്ട്, ദാനധർമ്മമൊക്കെ കൊടുക്കുന്നതിന് ഭക്തനുമാണ്.
അപ്പം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിന്റെ ധർമ്മമല്ല ഇങ്ങെത്തി, നീയും കൂടി ഇങ്ങോട്ടൊന്ന് വരണം. അയച്ചതല്ല ഇങ്ങ് വന്നെന്ന് പറഞ്ഞു, നീയും കൂടെ അങ്ങോട്ട് വരണം. അയ്യോ, അതിനെന്നാ പോകാൻ വഴി? പീറ്ററിനെ വിളിക്കണം. പീറ്ററിനെ കൊണ്ട്, പീറ്ററാണ് വലിയ വിദ്വാനാ, പോവുകയല്ല. അയാൾ ഈ വകുപ്പും ചട്ടമൊക്കെ പറയുന്നെങ്കിലും ഈ നാടൻ ഭാഷ കൊണ്ട് മാങ്ങാണ്ടിയോട് അടുക്കുമ്പോഴാണ് അതിൻ്റെ അങ്ങനത്തെ പീറ്റർമാരെ നമ്മുടെ ഇടയിലും ഉണ്ട്. തിയോളജിയൊക്കെ എവിടെ നടക്കാം, അദ്വൈതമൊക്കെ പറയാം, പോയിന്റ് നന്നായിട്ട് പറയാം, ഗ്രീക്കും ഹീബ്രുവും മൂലഭാഷയൊക്കെ. പക്ഷെ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകണേ ഇച്ചിരി പുളിക്കണം. എന്നെ എല്ലാവരും കൊച്ചിയിലെ വള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നത്. പീറ്റർ പോകുകയല്ലെന്ന് ദൈവത്തിന്. അതുകൊണ്ട് പീറ്ററിന് ദൈവം തമ്പുരാൻ ദർശനം കൊടുത്തു. തുപ്പട്ടി. പണ്ടൊരാൾ സ്പീഡ് വായിച്ചു തേപ്പട്ടി കണ്ടെന്ന്. അങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തീപ്പെട്ടിയാണ്. തീപ്പെട്ടിയല്ല തുപ്പട്ടി കാണിച്ചു. സകല നാൽക്കാലി ഇടജാതിയുണ്ട്, അറുത്ത് തിന്നണം. ഈ വാക്യം വെച്ചോണ്ട് ഇപ്പോഴത്തെ ക്രിസ്ത്യാനി മുഴുവൻ അങ്ങ് അറുത്ത് തിന്നുക. ഉള്ള പന്നിയും പാറ്റയും പല്ലിയും പുഴു. അയ്യോ, എന്നാലടുത്ത പറഞ്ഞ് ഞാൻ പെരുമ്പാമ്പിനെ തിന്നു. ഞാൻ പറഞ്ഞു, മിണ്ടരുത്, എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു ഇവിടെ. അവന് വേറെ ഒന്നും തിന്നാൻ. വേറൊരുത്തം പറഞ്ഞ് ഞാൻ കണ്ടംപൂച്ച തട്ടി തിന്ന്. അവൻ എന്നോട് പറയാം, നല്ല ടേസ്റ്റാണ് കണ്ടംപൂച്ചയ്ക്ക്. കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. വേറെ കഴിക്കാനുണ്ടല്ലോ, നിന്നെ പൂച്ചയുടെ പുറകെ പോകുന്നു. പത്രോസിനോട് പറഞ്ഞു തിന്ന് മുഴുവൻ അറുത്ത്. ഈ പൂജയെല്ലാം തിന്നാച്ചാൽ ആ കമ്മിറ്റി വരുമ്പോൾ മാന്തുന്ന ഇവനല്ല. പന്നിയെ തിന്ന് യോഗത്തിന് പോയാലും ദൈവത്തെ വിളിക്കുകയല്ല, ഇങ്ങനെ പന്നി ഇരിക്കും പോലെ ഇരിക്കുക. ഉള്ള പന്നി അങ്ങനല്ലയോ? എന്നാ ഞാൻ ഇച്ചിരി പറഞ്ഞോട്ടെ. ഏതായാലും വിളിച്ചു പോയി, നീ ഇപ്പൊ തയ്ക്കല്ലാതെ. പത്രോസിന് ഈ ദർശനം കൊടുത്തത് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ അശുദ്ധമെന്നെണ്ണരുത്. ദൈവം തെരഞ്ഞെടുത്തതിനെ നീ അവൻ മറ്റു നിലയിൽ കാണരുത്. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് ആള് അവിടെ ചെന്ന് പറഞ്ഞു, അയ്യോ വന്നത് ഉപകാരം, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടി. പത്രോസ് നന്നായിട്ട് സുവിശേഷമോടെ പറഞ്ഞു. പത്രോസ് അവിടെ സുവിശേഷം എല്ലാം വിവരിക്കുന്നില്ല. സുവിശേഷം പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. 44 വായിരേ 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ, ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവിടെ സുവിശേഷമാ പറഞ്ഞത്. യേശുക്രിസ്തുവിനെ പറ്റി, നസറായനാകുന്ന യേശുക്രിസ്തുവിനെ പറ്റി ഈ വാക്കുകൾ, ഈ സുവിശേഷം, ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും, എല്ലാവരും വചനം കേട്ട എല്ലാവരും ഉറങ്ങി തൂങ്ങി ഈതാവാറ്റിയെന്നല്ല, പിന്നെയോ വായിരേ പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവ് വന്നപ്പോ ഇങ്ങനെ ടാറ്റ അടിച്ചിരുന്നല്ല, പിന്നെ വായിരേ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത്, കയ്യും കെട്ടി വായും പൂട്ടി ഞാൻ വലിയ പുള്ളിയാ, ഞാൻ വലിയ വൈസ്രോയാന്നും പറഞ്ഞിരുന്നതല്ല. എടാ, യോഗത്തിന് വന്ന് മൗണ്ട് മാറ്റൻ പുറവ് ഇരിക്കുന്നതല്ല യോഗം. പെന്തിക്കോസ് യോഗത്തിന് വന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം. മഹത്വത്തിന്, സ്തുതിക്കും, പുകഴ്ചയ്ക്കും ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവകന്മാരും, ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവകന്മാരും, ഓ താപ്പുകൾ കിന്നര കൈതാളമേ, ഓ താപ്പുകൾ കിന്നര കൈതാളമേ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്ഥാനാകും. മഹത്വമേ മഹത്വം നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന്, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും സ്തോത്രത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. ഞാൻ അധികം വിവരിക്കുന്നില്ല. സുവിശേഷം എന്താ? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാൽ എന്തോ നടക്കും? 1 മാനസാന്തരം ഉണ്ടാകും, 2 സ്നാനം നടക്കും, 3 അഭിഷേകം പ്രാപിക്കും.
അഭിഷേകം പ്രാപിച്ച് അനങ്ങാതിരുന്നല്ല, അന്യഭാഷ പറഞ്ഞല്ല. ഒന്നുകൂടെ വായിച്ചേ. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും. സുവിശേഷം കേട്ടാൽ ഇതൊക്കെ നടക്കണം. ഈ ദിവസങ്ങളിൽ അതെല്ലാം ഇവിടെ നടക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ വരവ് താമസിച്ചാൽ വരും ദിവസങ്ങളിൽ നടക്കട്ടെ. അതാണ് സുവിശേഷം. അപ്പോൾ യെശയ്യാ പ്രവാചകനെ ഒരു സുവിശേഷ പ്രവാചകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കാലം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. വലിയ ബുദ്ധിമുട്ടുള്ള കാലത്താണ് ശുശ്രൂഷിച്ചത്. 1-ന്റെ 1 വായിച്ചോ, ചടിയടാന്ന് വായിച്ചോ. നമുക്ക് ഇന്ന് സമയം. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് 4 പേരുടെ കാലത്താണ് ശുശ്രൂഷ. 4 പേര്, 4 നല്ല പറ്റിയ പുള്ളിക്കാരാ. ഇവരുടെയൊക്കെ കാലത്ത് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ. പിന്നെ യെശയ്യാവിനെ പറ്റി വായിക്കുന്നത് ഈ 4 പേരും വമ്പന്മാരാ. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഉസ്സിയാവ് ഒന്നാമത്തവനാ. ഉസ്സിയാവ് എന്റെ ഭാഷയാ. നിങ്ങൾ പണം കണ്ട അല്ല, നിങ്ങൾ പണം കണ്ടുള്ള കാര്യമാണ്. ഉസ്സിയാവ് ആരാന്ന് ചോദിച്ചാൽ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കിയവനാ. വായിച്ചേ 26-ന്റെ 16-ഉം 19-ഉം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ന്റെ 16 ആദ്യം. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ആദ്യം വായിച്ചേ. എന്നാൽ അവൻ ബലവാനായപ്പോൾ എന്ന് പറഞ്ഞ ഉസ്സിയാവിന്റെ കാര്യം. അവൻ ബലം വെച്ച കാശും പുത്തനും ഇച്ചിരി ചുറ്റുപാട് വായപ്പം ഇച്ചിരി ഇളക്കം കയറി. അതാ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അതാ ഈ പരുവക്കേടാണെങ്കിൽ സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കും. ഇച്ചിരി പച്ച പിടിച്ച് കഴിയുമ്പോൾ തനിനിറം. പിന്നെ നമ്മൾ ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ നമ്മൾ പറയും, അയ്യോ പാവം ഒരു അവൻ പാവമൊന്നുമല്ല, അവൻ്റെ ഇപ്പം പരുവക്കേടായതുകൊണ്ട് അവൻ ഇങ്ങനെ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞിരിക്കുക. അവൻ്റെ ഇച്ചിരി കാശ് കിട്ടിക്കഴിയുമ്പോൾ ഇവന് അന്നേരം ഇവൻ്റെ തനിനിറം ഉള്ള അത്ര എണ്ണം ഒന്നും ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. അനുഭവിക്കുന്നതാണ്. ഈ ദൈവദാസൻ പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നതാണ്. ഞാൻ അനുഭവിച്ച് ഊപ്പാട് വന്ന് നിൽക്കുക. നമ്മൾ രണ്ടും സമശിക്ഷാവിധിയില്ല, എന്നിട്ടും പഠിക്കുന്നുമില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഉസ്സിയാവ് ഇവന് പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. 16-ാം വാക്യം ഒന്നോട് വായിരേ. എന്നാൽ അവൻ ബലവാനായപ്പോൾ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അടുത്തതായി അവൻ തന്നെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത്, ദൈവത്തോട് കുറ്റം ചെയ്ത്. എല്ലാം വിവരിക്കുന്നില്ല. ഇവന് ദൈവാലയത്തിനകത്ത് കയറി പുരോഹിതന്മാര് ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ ഇവൻ തൽപരനായി അതിക്രമിച്ചകത്ത് കയറി. അവൻ ധൂപകലശമൊക്കെ കയ്യിൽ പിടിച്ച് ധൂപം കാട്ടുവാൻ ചെന്നപ്പോൾ പുരോഹിതനാകുന്ന ശരിയാവ് പറഞ്ഞു, ഉസ്സിയാവേ, ഇത് രാജാക്കന്മാരുടെ ശുശ്രൂഷയല്ല, പുരോഹിതന്മാരുടെ ശുശ്രൂഷയാ. 19 വായിച്ചേ. 19 ധൂപം കാട്ടുവാൻ കയ്യിൽ പിടിച്ചിരിക്കെ ഉസ്സിയാവ് കോപിച്ചു. അയ്യോ, ബൈബിള് പിടിച്ചോണ്ട് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒരാൾ പിന്നെ കക്ഷത്തിലോട്ട് വെച്ചാ, പിന്നെ ഒരാൾ ഇച്ചിരി മര്യാദയുണ്ട്, നീ ഇതൊന്ന് പിടിച്ചാൽ ഞാൻ 2 കാര്യം. അത് കുറച്ചുകൂടെ മര്യാദക്കാരും ഉണ്ട്. അന്നേരം തള്ള 2 ബൈബിൾ പിടിച്ചോണ്ട് ആലറുന്നത്. അയ്യോ, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കുക ഉസ്സിയാവ് കോപിച്ചു. ഇത് പള്ളിക്കകത്ത് വെച്ചാ. അപ്പോൾ ഇവൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനാ. അങ്ങനെയുള്ളവരുടെ കാലത്ത് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അതിനൊക്കെ പ്രത്യേക കൃപ വേണം. അവനൊരു മകനുണ്ടായിരുന്നു, അവൻ അതിലും വിദ്വാൻ. യോധ 27-1 യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. എന്തിനാ ഒത്തിരി പ്രായം? വായിക്കേ. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂഷ എന്ന് പേർ. പിന്നെ അവൾ സാദോക്കിന്റെ മകളായിരുന്നു. നല്ല കുടുംബമൊക്കെയാ. പിന്നെ അവൻ തന്റെ അപ്പനായ ഉസ്സിയാവ് ചെയ്തതുപോലെയൊക്കെ കുറെ നല്ല കാര്യമൊക്കെ ചെയ്തു. യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും അത് വേറെ പുസ്തകത്തിലെ പ്രയോഗമാണ്. നയമാൻ കുസ്തരു പരാക്രമശാലി. എങ്കിലും അങ്ങനെ പ്രയോഗമുണ്ട്. ഇവൻ എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ഇവൻ പള്ളിക്കകത്ത് വരികയല്ല. വലിയ അപ്പൻ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കി. മോൻ പള്ളിയിലോട്ട്, അവൻ പള്ളിയുടെ അവിടെ വരുമ്പം ബൈക്ക് 80 വിടും. അതുവരെ അവൻ 40 വന്നതാ. പള്ളിയിൽ കയറുകയല്ല. എല്ലാം വിവരിക്കുന്നില്ല. ഇവരുടെ കാലത്താണ് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. എന്തോ അപ്പം പള്ളി കിടന്ന് വഴക്കുണ്ടാക്കുന്ന മോൻ പള്ളിയിൽ കയറുകയല്ല. എങ്ങനെ നമ്മൾ ശുശ്രൂഷിക്കും?
നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ഇനി എവനൊരു മകനുണ്ടായിരുന്നു, അത് അതിലും വിചിത്രം. 28:24. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ലോ, ഉടച്ചു. ഉടച്ചു. അടുത്ത വായിക്കും. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു, പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല, കൊച്ചുമോഹൻ പള്ളി പൂട്ടി. ഇവരുടെ കാലത്താ പുള്ളി ശുശ്രൂഷിക്കുന്നത്. അയ്യോ, നീ അവന്റെ മകനുണ്ടായിരുന്ന ഹിസ്കിയാവ്, അയാൾ വലിയ കുഴപ്പമില്ലെങ്കിലും ഒടുവിൽ പരുവക്കേടായി. നിങ്ങൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ്, യോലാമിന്റെ മകനാ ഉസിയാവിന്റെ ആകാശിന്റെ മകനാ ഹിസ്കിയാവ്, ലാഖീഷിൽ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ച്, അശൂർ രാജാവായിട്ട് ഇവന് ഒരു കണക്ഷനായി. അടുത്തത്, ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങിപ്പോകണം. അടുത്തത്, നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാമെന്ന് അശൂർ രാജാവ് പറഞ്ഞു, എനിക്ക് കപ്പം തരണം, പിഴ തരണം. അപ്പൊ അടുത്ത വാക്യം, അശൂർ രാജാവ് യഹൂദ രാജാവ് ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. പള്ളിക്കകത്ത് എടുത്ത് കൊടുത്തു. എങ്ങനുണ്ട്? എടാ, സ്വോത്രകാഴ്ച കിട്ടുന്ന കാശ് എടുത്ത് കേസ് കളിക്കരുത്. അടുക്കള പണിക്ക് പോകുന്നവർ കാണും, റോഡ് പണിക്ക് പോകുന്നവർ കാണും, കിഴക്കൊക്കെയാണ് റബ്ബർ വെട്ടാൻ പോകുന്നവർ കാണും, മറ്റ് മീൻ പിടിക്കാൻ പോകുന്ന മാന്യ സഹോദരന്മാരുണ്ട്. അങ്ങനെ പല ജോലികള്, ചെറുതോ വലുതോ ഏതുമാകട്ടെ. അമേരിക്കയിലോ ഗൾഫിലോ അവരും ചുമ്മാ ഇരുന്ന് കാശ് കിട്ടുകയാണോ? സായിപ്പ് രാവിലെ വന്ന് ജോയി $1 എടുത്തു, ഉറങ്ങിക്കോ, ഞാൻ നാളെ വന്ന് തരാം, അങ്ങനെ കിട്ടുന്നതാണോ? നമ്മളവർക്ക് അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ സായിപ്പ് ഇങ്ങോട്ട് വന്ന് $1 ഇനി വേണമെങ്കിൽ പറയണേ. ചോരയും ചാറ് ഊറ്റിയെടുക്കുന്നവന്മാരാ സായിപ്പന്മാര്. ഇവിടെ അവൻ്റെ ഓഫീസിൽ ഞാൻ അവൻ കുത്തിയിരുന്ന് ഉറങ്ങാൻ മിക്കടുത്ത്. അവിടോട്ട് ഞാൻ നോക്ക്, കറക്റ്റ് ടൈമാ. അപ്പൊ ഇത് വെറുതെ കിട്ടുന്നതല്ല. ഏത് മേഖലയിലുള്ളവരും നന്നായിട്ട് അധ്വാനിച്ച് അതിൻ്റെ ഒരു വിഹിതമാ ദൈവനാമത്തിൽ ചെലവെക്കുന്നത്. അതെടുത്ത് അശൂർ രാജാവിന് കൊടുക്കാനല്ലെന്നായി പറഞ്ഞത്. കൊടുക്കുക മാത്രമാണ്. അടുത്ത വാക്യം വായിച്ചത്, ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലും ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. അടുത്ത വാക്യമായിരുന്നു, അക്കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. അങ്ങനുണ്ട്. നല്ല ഫാമിലി അല്ലേ? വല്യപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയല്ല, കൊച്ചുമോഹൻ പള്ളി പൂട്ടി, പുള്ളിയുടെ മകൻ പള്ളിയിൽ പൊതിഞ്ഞു വെച്ചെല്ലാം കൂടെ പറിച്ചെടുത്ത്. ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ദൈവത്തിന് മഹത്വം. അല്ല, ഇവനൊരു മകനുണ്ടായിരുന്നു, അതെല്ലാം നല്ല പറ്റിയ പുള്ളിക്കാരാ. ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷ പറഞ്ഞ ഒരാറെ പോയതെല്ലാം പൂളോനും പിള്ളേരും. 5 തലമുറ. അഞ്ചാമത്തവന് 21:1 വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 21:1. അവന്റെ പേര് തന്നെ മനശ്ശെ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതുപോലൊരു പേര്. ഒന്നുകൂടെ വായിച്ചേ. മനശ്ശെ. പേര് കേൾക്കുമ്പോ അറിയാം ഇവൻ പരിവക്കേടാന്ന്. എന്തുവാ കറിയാച്ച പേര് കണ്ടില്ലേ? ഉറങ്ങാന്ന്. മനേഷ്. മനേഷ്. ഇനി എല്ലാം വിവരിക്കുന്നില്ല. ഈ എന്നാ ചെയ്തത്? എല്ലാം വായിച്ചാൽ നമുക്കിന്ന് വീട്ടിൽ പോകേണ്ടതാ. 8-ാം വാക്യം വായിരു. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശെ അവരോട് കൽപ്പിച്ച സകലനായ പ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേൽ 7-ാം വാക്യം വായിച്ചേ. ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. അങ്ങനുണ്ട്. ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച ദൈവാലയം, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവാലയം,
യഹോവയുടെ തേജസ്സ് ഇറങ്ങുന്ന ദൈവാലയത്തിൽ ഈ അശേരപ്രതിഷ്ഠയെ കൊണ്ട് ഇവൻ ഇതല്ല ഇപ്പൊ ആത്മീക ലോകത്ത് നടക്കുന്നേ. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അകത്ത യോഗമായിരുന്നെങ്കിൽ വേറെ വാക്യം എടുത്ത് ഇച്ചിരി കാര്യം പറഞ്ഞാൽ കൊള്ളാന്ന് അതിയായ ആഗ്രഹം ഉണ്ട്. ഇവനെ അകത്ത് കൊണ്ടുവന്ന് ഇത് മുഴുവൻ പ്രതിഷ്ഠിച്ചു, അശേരെ പ്രതിഷ്ഠ. അപ്പൊ ഓർഡർ ചിന്തിച്ചേ, വലിയ വല്യപ്പൻ പള്ളിക്കകത്ത് വടക്കുണ്ടാക്കും. പുള്ളിയുടെ മോൻ പള്ളിക്കകത്ത് കയറുകയല്ല. ഇയാളുടെ മോനെ പള്ളി പൂട്ടി. അയാളുടെ മോനെ പള്ളി കണ്ടതെല്ലാം കൂടെ പറിച്ച് കൊടുത്തു. യവന്റെ മോൻ പള്ളിക്കകത്ത് കൊണ്ട് അശേരയും പ്രതിഷ്ഠിച്ചു. നല്ല ഫാമിലി. ചെല്ലു പറയല്ലേ, ഞങ്ങളുടെ ഫാമിലിയാ ഇവിടെ എല്ലാം. ഞങ്ങളെ റോയൽ ഫാമിലിയാ. നല്ല റോയൽ ഫാമിലിയാ. ഫാമിലി റോയലാ, പക്ഷെ കയ്യിലിന് മുഴുവൻ. അപ്പോൾ ഇതിൽ പ്രഗത്ഭരാ 4 പേര്: ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. ഇവരുടെ കാലത്തായി യെശയ്യാവ് ശുശ്രൂഷിച്ചത്. പള്ളിക്കകത്ത് കയറാത്തവനും പള്ളി വഴക്കുണ്ടാക്കുന്നവനും പള്ളി സാധനം എടുത്ത് കണ്ടമാനം കടയുന്നവനും പള്ളിക്കകത്ത് കൊണ്ട് ആവശ്യമില്ലാത്തത് സ്ഥാപിക്കുന്നവന്റെ കാലത്താ യെശയ്യാവ് ശുശ്രൂഷിച്ചത്. അങ്ങനെ ശുശ്രൂഷിക്കണമെങ്കിൽ അതിന് പ്രത്യേക വരം വേണം. അതിലെ ചില പാസ്റ്റർമാരോട് ചോദിക്കല്ലേ, എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്? ഇന്നെടുത്തിരുന്നു. അവിടെ ഇരുന്നു. എത്ര നാൾ അവിടെ ഇരുന്നു? ഞാൻ 3 കൊല്ലം ഇരുന്നു. അവിടെ വരുന്നവരെ 1 കൊല്ലം പോലും. എങ്ങനെ ഇരുന്നു? അടുത്ത ചോദ്യം, എങ്ങനെ? യെശയ്യാവ് എങ്ങനെ ശുശ്രൂഷിച്ചു ഇവരുടെ കാലത്ത്? യെശയ്യാവും റോയൽ ഫാമിലിയാ. എങ്ങനെ ശുശ്രൂഷിച്ചു? എൻ്റെ ഭാഷയിൽ പറയാം, വചനത്തിൽ നിന്ന്. യെശയ്യാവ് ഇതൊക്കെ ഈ പള്ളി പൂട്ടുന്നവനും പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനും പള്ളിക്കകത്ത് അശേരെ കൊണ്ട് സ്ഥാപിക്കുന്നവനും പള്ളി സാധനം എടുത്ത് വിൽക്കുന്നവൻ്റെയൊക്കെ കാലത്ത് യെശയ്യാവ് നന്നായിട്ട് ശുശ്രൂഷിക്കാൻ കാരണം എന്നാന്ന് തിരുവചനത്തിലുണ്ട്. യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടു. നിങ്ങളൊരു വാക്യം വായിച്ച്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 39 മുതൽ എന്ന് വായിച്ചു. അറിവുള്ള വാക്യമാ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലെ വാക്യം കോട്ട് ചെയ്ത് യോഹന്നാൻ എഴുതിയ കാര്യമാണ്. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 39 മുതൽ എന്ന് വായിച്ചേ. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നു. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നുണ്ട്. ഇനി ഇൻവെർട്ടർ കോമായി കിടക്കാവായിര്. അവർ കണ്ണുകൊണ്ട് കാണുകയോ, 6-ാം അധ്യായത്തിലെ വാക്യം എടുത്ത് കോട്ട് ചെയ്ത് പറയുക, അവർ കണ്ണുകൊണ്ട് കാണുകയോ, പിന്നെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ, മനം തിരികയോ, താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി. അടുത്ത വാക്യം, ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. അവനെ കുറിച്ച് യെശയ്യാവ് തേജസ് കണ്ടു. ആരുടെ? യേശുക്രിസ്തുവിന്റെ തേജസ്. ഈ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനും പള്ളി പൂട്ടുന്നവനും പള്ളി കയറാത്തവനും പള്ളി സാധനം എടുത്ത് വിൽക്കുന്നവന്റെ കാലത്ത് ധൈര്യത്തോടെ ശുശ്രൂഷിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? യെശയ്യാവ് നേതാക്കന്മാരെ അല്ല കണ്ടത്. IPCയുടെ പ്രസിഡന്റിനെ യെശയ്യാവ് കണ്ടെങ്കിൽ കുഴഞ്ഞേനം. അസംബ്ലീസ് കോഡിന്റെ സൂപ്രണ്ടിനെ കണ്ടിരുന്നെങ്കിൽ കുഴഞ്ഞേനം. ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയറിനെ കണ്ടിരുന്നെങ്കിൽ കുഴഞ്ഞേനം. ഷാരോന്റെ ബാബുച്ചായനെ കണ്ടിരുന്നെങ്കിൽ, ജോൺ തോമസിനെ കണ്ടിരുന്നെങ്കിൽ, ഇവിടെ വി എ തമ്പിച്ചനെ അല്ലെ ആർ എ പ്രകാമിനെ കണ്ടിരുന്നെങ്കിൽ കുഴഞ്ഞേനം. ദൈവത്തിന് മഹത്വം. ഇവരെ ആരെയല്ല കണ്ടത്? TPMലെ ചീഫ് പാസ്റ്ററെ കണ്ടിരുന്നേ കുഴഞ്ഞേനം. പക്ഷെ കണ്ടത് യേശുക്രിസ്തുവിനെയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും കാണേണ്ടത് യേശുവിനെയാ. ഓ ദൈവത്തിന് മകത്ത്, ഇന്ന് രാത്രി നസറായൻ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ സഹപടന്മാരെ ശുശ്രൂഷ വിജയിക്കണമെങ്കിൽ യേശുവിനെ കാണണം. ശുശ്രൂഷയിൽ വിടുതലുണ്ടാകണമെങ്കിൽ യേശുവിനെ കാണണം. ഇന്ന് രാത്രി ഈ പന്തലിരിക്കുന്നവർ അല്ല, ഇതിന് വെളിയിലിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവര് ഇന്ന് രാത്രി ഇവിടെ വിട്ടുപോകുമ്പോൾ യേശുവിനെ കണ്ടേ പോകാവൂ. ഇന്ന് രാത്രി മാറത്ത് പൊൻകച്ച കെട്ടുവിനാൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള ഭേദമുള്ളവരാൽ 7 നക്ഷത്രം വലകിൽ പിടിച്ച് നിലവിളക്കണ നടുവിൽ നിലയങ്ക തിരിച്ച് നടകൊള്ളുന്ന ഉലാവുന്ന നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടേ പോകാവൂ. അനുഭവിച്ച് രുചിച്ച് വേണം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് തിരിച്ചു പോകാൻ. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരമേശ പരമരുളീശ
ഉണ്ടാക്കുന്നവനും പള്ളി പൂട്ടുന്നവനും പള്ളി കയറാത്തവന് പള്ളി സാധനം എടുത്ത് വിൽക്കുന്നവൻ്റെയൊക്കെ കാലത്ത് ശുശ്രൂഷിക്കാൻ ധൈര്യപ്പെടുത്തിയത് യേശുക്രിസ്തുവിനെ കണ്ടത് കൊണ്ടാണ്. യേശുക്രിസ്തുവിനെ ദർശിച്ചു കണ്ടു. അതുകൊണ്ടാ പുള്ളിക്ക് സുവിശേഷ പ്രവാചകൻ. എങ്ങനെയാ കണ്ടത്? ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് പറഞ്ഞേക്കാം, എല്ലാം വിവരിക്കുന്നില്ല. കണ്ടത് ഏതാ? കണ്ടത് 6-ാം അധ്യായത്തിന്റെ 1 വായിച്ചു. 6:1 എല്ലാം ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മതി, അങ്ങനെ കണ്ട. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും. ഈ ബൈബിൾ സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ എൻ്റെ കാര്യം പറയാം, ഇറങ്ങുമ്പോൾ ആദ്യം പ്രസംഗിക്കാൻ എടുക്കുന്ന വാക്യം ഇതാ. യെശയ്യാവ്, ഞാനും പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ ഉസിയാവ് മരിച്ചെങ്കിൽ പാവം പിടിച്ച അമ്മമാരൊക്കെ ഞങ്ങളെ എന്ത് ഹെൽപ്പ് ചെയ്യും, അമ്മ അന്നൊരു ഗ്ലോറി എന്ന് പറഞ്ഞ് അന്തരീക്ഷമായി. അമ്മയ്ക്കും ഇതെന്നാന്നറിയാമല്ലോ പറഞ്ഞ ഞങ്ങൾക്കും. താറാവ് വെള്ളത്തിൽ ചാടുമ്പോൾ എന്തിനാടാ അവൻ ചാടിയപ്പോൾ പിന്നെ ഞാൻ ചാടാതിരുന്ന? അപ്പൊ ഞങ്ങള് ആദ്യമൊക്കെ ഈ വാക്യമാണ്. അപ്പൊ ഉസിയാവ് മരിച്ച ആണ്ടിൽ, അത് ശരിയാ എന്ന് പറഞ്ഞാൽ കാലക്കണക്ക് തെളിയിക്കാൻ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളു. മരിച്ച ഇതുപോലെ വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആകാശ് മരിച്ച ആണ്ടിൽ 14:28 വായിച്ചേ. 14:28 അവിടെ ആകാശ് മരിച്ചെന്നുണ്ടല്ലോ. ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ. മതി. അപ്പൊ ഇത് ആണ്ട് തെളിയിക്കാൻ ചില കാര്യം പറഞ്ഞതാ. ഇവിടെ ഉസിയാവ് മരിച്ച ആണ്ടിൽ അതിന് മറുവശമുണ്ട്. ഉസിയാവിനെ പറ്റി പഠിക്കുന്നത്, പുള്ളി നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ ഈ ഉസിയാവിൻ്റെ കാലത്ത് രാജ്യത്തിന് വലിയ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട അഭിവൃദ്ധി ഈ കാർഷിക മേഖല വളരെ മെച്ചമായിരുന്നു ഉസിയാവിൻ്റെ കാലത്ത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വളരെ മെച്ചമായിരുന്നു. കൃഷി, ജലസേചനം. ഈ അഗ്രികൾച്ചർ മോശമാകുമ്പോഴാണല്ലോ കൾച്ചറും പോകുന്നേ, ഇല്ലേ? അതെ, അഗ്രികൾച്ചറിൽ നിന്നാ കൾച്ചർ ഉണ്ടായേ. എന്നേക്കാൾ അറിവുള്ളവരാ എന്നെ കേൾക്കുന്നത്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഉസിയാവ് അദ്ദേഹത്തിന്റെ കാലത്ത് രാഷ്ട്രത്തിന് വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ, കൃഷി, കാർഷിക വൃത്തി, ജലസേചനം. വാക്യം കണ്ടോ? ഇവരുടെ ഇരിപ്പ് കണ്ട് ഞാൻ എഴുതി വെച്ചതാണ്. അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു, അനേകം കിണറുകളും കുഴിച്ചു. കിണറുകൾ കുടിച്ച് അവൻ കൃഷിപ്രിയനായിരുന്നതിനാൽ. കൃഷിപ്രിയൻ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഞാനാണ്ട് എഴുതി വെച്ച അയാൾ മനഃപൂർവ്വം പുസ്തകത്തിലുള്ള കാര്യമാണ്. ഏതായാലും എടുത്ത് വായിച്ചു തന്നതിന് നന്ദി. ഏതായാലും വന്നത് ഉപകാരം. ദൈവത്തിന് മഹത്വം. ഇവൻ കൃഷിപ്രിയനായിരുന്നു, അഗ്രികൾച്ചർ. അതുകൊണ്ട് നല്ല കൾച്ചറാണ്. ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഇവൻ മരിച്ചു. മരിച്ചപ്പോൾ ഇവര് കുടുംബബന്ധം ഉള്ളവരാ, റോയൽ ഫാമിലി അല്ലേ, ഉപ്പാപ്പനായിട്ട് വരും. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധുക്കാരാ. അപ്പൊ ഈ ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് വലിയ മനോദുഃഖം. ദൈവമേ, ഇനി ആരായി ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? കൃഷി, ജലസേചനം, ഇതൊക്കെ എങ്ങനെ ആകും? എൻ്റെ ഭാവനയാ. യെശയ്യാവ് ആ സിംഹാസനത്തിലോട്ട് നോക്കി, ഇനി ആരാ ഇതിനകത്ത് ഇരിക്കാൻ വരുന്നത്? ഇരുന്നാ ശരിയാകുമോ? എങ്ങനെ, എന്താ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ടപ്പോൾ ദൈവം തമ്പുരാൻ പറയുക, യെശയ്യാവേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഉസിയാവിന്റെ സിംഹാസനം ഇവിടാ, പക്ഷെ ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. ഇതിനോട് നമ്മളുള്ള ബന്ധത്തിൽ നിന്റെ ഭർത്താവ് ചിലപ്പം മാറ്റപ്പെട്ട് കാണും, ഭാര്യ മാറ്റപ്പെട്ട് കാണും, കുഞ്ഞുങ്ങൾ മാറ്റപ്പെട്ട് കാണും, വേണ്ടപ്പെട്ടവരൊക്കെ മാറ്റപ്പെട്ട് കാണും. അപ്പോൾ ചിലപ്പോൾ ഒരു ചിന്താഭാരം വരും, ഇനി എങ്ങനെ ആ കാര്യങ്ങൾ ആര് നടത്തും, എങ്ങനെ നടക്കും? അങ്ങനെ ചിന്താഭാരത്തോടെ വന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ യേശുവിനെ കണ്ടേച്ചു പോകണം. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിന്റെ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ഇന്ന് രാത്രി അവിടുന്ന് ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, അനാഥനായിട്ട് വിടത്തില്ല. ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ യെശയ്യാവ് യേശുവിനെ ദർശിച്ചെന്നാ. അപ്പൊ ഒന്ന് രണ്ട് കാര്യം. എന്താ പിന്നെ സമയം നോക്കുന്നത്? ആയോ നോക്കുന്നത്? ഞാൻ കണ്ടല്ലോ. ഞാനും നോക്കട്ടെ. എത്രയാ? പെട്ടെന്ന് പോണോ? എനിക്കിപ്പോ ഒന്നും പോകണ്ട. കൂടെ എനിക്ക് എന്നെ കൊയ്ത്ത് നടക്കുക. അപ്പൊ ശ്രദ്ധിക്കുക,
ഉയർന്നും പൊങ്ങിയും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ഓടിച്ചു പറയാം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1 ഒരു സിംഹാസനം കാണുന്നു. വായിച്ചേ കർത്തദാസനെ. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കണ്ടെന്ന, തേജസ് കണ്ടു, യേശുവിനെ കണ്ട കാര്യമാ. 6-ാം അധ്യായത്തിൽ ഒരു സിംഹാസനം കാണുന്നു, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനം. ഇനി 53-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ച് 57 വായിച്ചോ. 53-7 യെശയ്യാവ്. അവൻ തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അടുത്തത്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. അപ്പോൾ 6-ാം അധ്യായത്തിൽ സിംഹാസനം കണ്ടു, 53-ൽ ഒരു കുഞ്ഞാടിനെ കണ്ടു. ഇന്ന് രാത്രി ഇത് കണ്ടേ പോകാവൂ. നീ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങളിൽ കൂടി പോകുമ്പോൾ ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു കുഞ്ഞാട് നിനക്കായി അവൻ അത് വെളിപ്പെട്ടിട്ടുണ്ട്. 53-ൽ ഒരു കുഞ്ഞാടിനെ കാണുന്നു. 6-ാം അധ്യായത്തിൽ സിംഹാസനവും 53-ൽ കുഞ്ഞാടും. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇനി 5-ാം അധ്യായത്തിൻ്റെ 1 വായിച്ചേ. വെളിപ്പാട് 5-1. ഇതിൽ അറിവുള്ള വാക്യമോ ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. വെളിപ്പാട് 5-1. ഞാൻ സിംഹാസനത്തിൽ അവിടെ ഒരു സിംഹാസനം കാണുക. 5-1 ഒരു സിംഹാസനം. ഇനി 5-5 വായിച്ചു. 5-5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുവായും പുസ്തകം തുറക്കുവാനും മുദ്ര പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു. 7-ാം വാക്യം. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. കുഞ്ഞാട് 5-ാം അധ്യായത്തിന്റെ 1-ൽ സിംഹാസനം കാണുന്നു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിനെ കാണുന്നു. യെശയ്യാവ് 6-ൽ സിംഹാസനവും 53 കുഞ്ഞാട്. അത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ വെളിപ്പാട് 5-ന്റെ 1-ൽ സിംഹാസനം, 5-ന്റെ 7-ൽ കുഞ്ഞാട്. ഇനി 7-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും പീഡാകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ. 7-ന്റെ 10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. അവിടെ രണ്ടും കൂടെ അടുപ്പിച്ച് വന്ന് സിംഹാസനവും കുഞ്ഞാടും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇനി അതിന്റെ ഇപ്പൊ 10 വായിച്ചേ. 17 വായിച്ചേ. 17 ലാസ്റ്റ് വാക്യം. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട്. മതി. അടുത്ത് പറഞ്ഞല്ലോ സിംഹാസനവും കുഞ്ഞാടും. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ സിംഹാസനം 53 കുഞ്ഞാട്. വെളിപ്പാടിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 5-ന്റെ 1-ൽ സിംഹാസനം ഒരു കുഞ്ഞാട്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം വാക്യത്തിൽ സിംഹാസനവും കുഞ്ഞാടും കാണുന്നു. 17-ൽ കുഞ്ഞാട് സിംഹാസനവും അടുത്തു നിൽക്കുന്നു. ഈ ദർശനം യെശയ്യാവ് കണ്ടു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഈ ദർശനം എല്ലാവരും കാണണം. അപ്പോൾ യേശുക്രിസ്തുവിനെ ഈ യെശയ്യാവ് ദർശിച്ചത് കൊണ്ട് ഈ ആൾക്കാരുടെ കാലത്ത് നന്നായി ശുശ്രൂഷിച്ചത്. ഞാൻ എല്ലാവരോടും പറയാം, പ്രതികൂലങ്ങൾ കാണും, പ്രശ്നം കാണും, പോരാട്ടങ്ങൾ കാണും. പക്ഷേ നമ്മൾ ഇതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുഞ്ഞാടിനെ കാണണം. ദൈവത്തിന്റെ മകത്ത് യേശുവിനെ നന്നായിട്ട് കാണണം. അവനെ കണ്ട ആരും പിന്മാറത്തില്ല. അവിടുത്തെ കണ്ട ആരും തകർന്നു പോകത്തില്ല. അവിടുത്തെ കണ്ട ആർക്കും ഒരു കുഴപ്പവും വരികയില്ല. ഇന്ന് രാത്രി ഈ പന്തല് വിട്ട് പോകുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് യേശുക്രിസ്തുവിനെ കണ്ട് തിരിച്ചു പോകാവൂ. ഹല്ലേലൂയ. യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ട് ഓടിച്ചു പോകാം. അങ്ങനെ യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് എന്തെല്ലാം കാര്യം ദൈവം വെളിപ്പെടുത്തി. നമുക്ക് അറിവുള്ള വാക്യമാണ്. ഈ യേശുവിനെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് യേശു എങ്ങനെ ജനിക്കും? 7:14. ഇതെല്ലാം അറിവുള്ള വാക്യമാണ്. എങ്ങനെ ജനിക്കും? 7:14 യെശയ്യാവിന്നാ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അങ്ങനെ ഈ കുഞ്ഞ് ഈ യേശുവിനെ കണ്ടല്ലോ. അപ്പൊ ഈ കുഞ്ഞ് എങ്ങനെ ജനിക്കും? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പണ്ട് തർക്കം നടന്നു, കന്യക എങ്ങനെ ഗർഭിണിയാകുമെന്ന്. ഒരു ഹൈന്ദവ സ്നേഹിതൻ നമ്മുടെ ഒരാളോട്, സൈമൺ സാറിനോടാ ചോദിച്ചത്, കന്യക എങ്ങനെ ഗർഭിണിയാകും? അപ്പൊ പുള്ളി തിരിച്ച് മറുപടിയും പറഞ്ഞു, തൊട പിളന്ന് കൊച്ചിനെ എടുക്കാക്കി പിന്നെ കന്യക ഗർഭിണിയായി പ്രസവിക്കുന്നതിനൊന്നും അങ്ങനല്ല, അന്ന് ആയിക്കോട്ടെന്ന്. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച
ധന്യനിമാനുബൽ ഇവൻ താനേ. കന്യകസൂതനായി ധരയിൽ വന്നുദിച്ച ധന്യമിമാനുവൽ ഇവൻ താനേ. ഇവനെ 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 സുരക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരക്ഷകൻ ഇവൻ താനേ. ിവനെ എന്നല്ലൊരു ശത്രുഗണം ക്രൂശിപ്പാൻ കൊണ്ടു തോന്നും ഇവൻ താനേ. ഇവനെ എന്നല്ലൊരു ശത്രുഗണം ക്രൂശിപ്പാൻ കൊണ്ടു തോന്നും ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാദം വാക്കു ചൊന്ന ആദിയിൽ സന്തതി ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാദം വാക്കു ചൊന്ന ആദിയിൽ സന്തതി ഇവൻ താനേ. യൂതന്മാരനുദിനക്കാന്മാർ കാത്തിരുന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. യൂതന്മാരനുദിനക്കാന്മാർ കാത്തിരുന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരക്ഷകൻ ഇവൻ താനേ. അരമയർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്ത. അവൾ യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിനെ പറ്റി എല്ലാം വെളിപ്പെടുകയാണ്. ഒന്ന്, ഈ പൈതൽ എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കും. മാത്രമാണോ ആ ജനിക്കുന്ന ശിശുവിന്റെ വിശേഷമുള്ള വാക്യമാ 9:6 വായിച്ചോ. 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ ഒരു നൽകപ്പെട്ടിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, പിന്നെ വീരനാം ദൈവം. യേശു ദൈവമല്ലെന്ന് പറഞ്ഞ ഊളകളോട് ഞാൻ പറയാ ഈ വാക്യമാ. അവൻ അവൻ വീരനാം ദൈവം. നിത്യപിത നിക്കെന്ന് പറയട്ടെ, ഉപദേശമല്ലയോ? യേശു ദൈവമല്ലെന്ന് പറഞ്ഞ വിഡ്ഢിവേഷം കെട്ടുന്ന വിഡ്ഢികളോട് പറയാ യേശു ക്രിസ്തു ദൈവമാ, വീരനാം ദൈവം, മകാ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. കൊടുങ്ങല്ലൂർ തോമാച്ചൻ വന്നെന്നാ പറയുന്നത്. വന്നോന്നില്ലയോ രണ്ട്. എന്നാലും തോമാച്ചൻ പറഞ്ഞ് എന്റെ കർത്താവും ദൈവമായുള്ളവേ. തോമാച്ചൻ കൊടുങ്ങല്ലൂരോ എവിടെയെങ്കിലും വരട്ടെ, എനിക്കെന്നാ. തോമാച്ചൻ പറഞ്ഞതാ വിഷയം. തോമാച്ചൻ പറഞ്ഞു എന്റെ കർത്താവും ദൈവമായുള്ളവേ. യേശു ക്രിസ്തു ദൈവമാ. ജനിക്കുന്ന ഈ ശിശു എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി. ശിശുവിന്റെ വിശേഷത അതാണ് അവിടെ വാക്കി. ഈ ശിശു ശൈശവത്തിൽ എന്തോ കഴിക്കും. 7:15 14 വായിച്ചു. 7:14. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം നൽകും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അടുത്തത് അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. കൂടായിരിക്കും. പിന്നെ അടുത്തത് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഈ തേന് അടിച്ചു മാറ്റിയ തേനല്ല. അപ്പുറത്തുകാരുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ കുപ്പിക്കാത്തിരുന്ന തേൻ അടിച്ചു മാറ്റിയതല്ലെന്ന്. യേശു കർത്താവിന് അങ്ങനെ തേൻ അടിച്ചു മാറ്റി വന്നു. ആട്ടെ, ഞാൻ അങ്ങ് അടങ്ങുക, ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ആട്ടെ, വിഷയം വിട്ടേക്കാം. അപ്പൊ എന്ത് കഴിക്കും ശൈശവത്തില്? മാത്രമാണോ ഏത് കുടുംബത്തിൽ നിന്ന് വരും? 11:1 പെട്ടെന്ന് വായിട്ട് 11:1. എന്നാൽ ഇശായുടെ കുറ്റിയിൽ അവിടുന്നാ വരുന്നത്. ഇശായുടെ കുറ്റിന്ന്. ഇതെല്ലാം യേശുക്രിസ്തുവിനെ ദർശനത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം വെളിപ്പെടുക. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നമ്മൾ ഈ ഒരു ദർശനം പ്രാപിച്ച സഭയിലെ മുഴുവൻ വിഷയവും ദൈവം നമുക്ക് വെളിപ്പെടുത്തും. ഓരോ കുടുംബത്തിന്റെ വിഷയവും
അന്നേരം പിന്നെ സെക്രട്ടറിയും ട്രഷാറും ഒന്നും പറയണ്ട, കേൾക്കുകയും വേണ്ട. ഇങ്ങനെ പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം എനിക്ക്, നമുക്ക് അതിന് നേരമില്ലല്ലോ പ്രാർത്ഥിക്കാൻ. അതിനാ പറഞ്ഞത്, വേറെ എന്നാ ഉണ്ട്, പിന്നെ എന്നാ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ഇവൻ കയ്യിൽ നിന്നിട്ട് പറയും. നമ്മളത് ചോദിക്കും, ആകെ പൊല്ലാപ്പാകും. അവൻ അടുത്ത ആഴ്ച അപ്പുറം ഒരു സഭയും തുടങ്ങും. ദൈവത്തിന് മഹത്വം. കർത്താവ് ഏത് കുത്തിയിൽ നിന്ന് വരും? അതാ 11 ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന്. ആ കുത്തിക്ക് ഒരു ചെറിയ ഒരു പുറകോട്ടൊന്ന് പോയ കുത്തി എവിടാന്ന് ഒരു വാക്യം ഒന്ന് വായിച്ചു. രൂത്തിന്റെ പുസ്തകം 4:18. കുത്തിയുടെ ചുവടൊന്ന് കണ്ടേച്ച് പോന്നേക്കാം. 4:18 പെട്ടെന്ന് വായി, സമയമില്ല. 4:18 വായിര്. രൂത്തില്ലേ കൊയ്യാൻ പോയിട്ട് വന്നില്ലായിരിക്കും. പേരേസിന്റെ വംശപാരമ്പര്യം ഇത്. പേരേസിന്റെ വംശപാരമ്പര്യമാവിത്. ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമനെ ജനിപ്പിച്ചു. രാമൻ അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്ശായി ജനിപ്പിച്ചു. ഇശ്ശായി ദാവീദിനെ ജനിപ്പിച്ചു. ആ കുത്തിന്നാ വരുന്നത്. ഉൽപ്പത്തി 35 ഒക്കെ എടുക്കണം, അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ ഈ കുത്തിയിൽ നിന്നാണ് നസറായൻ ശിശു ജനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ജനിക്കും? കന്യാസൂനുമായി ജനിച്ചു കഴിഞ്ഞാൽ വിശേഷത, അവൻ സ്വന്തം വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എന്ത് കഴിക്കും ശിശു? തൈരും തേനും. അവൻ ഏത് കുത്തിയിൽ നിന്ന് വരും? അത് ഇശ്ശായിയുടെ കുത്തിയിൽ നിന്ന്. ദൈവത്തിന് മഹത്വം. മാത്രമാണോ? എല്ലാം പറയാൻ നേരമില്ല, സമയം പോകുന്നത് കൊണ്ടാണ്. അല്ല, കന്നി ശുശ്രൂഷ 9:1. കന്നി ശുശ്രൂഷ, ആദ്യത്തെ ശുശ്രൂഷ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. ശുശ്രൂഷയുടെ വിശേഷതയാ. ഇരുട്ടിലും അന്ധതമസിലും കഷ്ടതയിലും തിമിരത്തിലും ഇരുന്ന ദേശത്തിന്, നഫ്താലിയുടെ സെബൂലൂന്റെ അതിരുകളിൽ ചെന്ന്, ഗലീല ദേശത്തോട്ട് ചെന്ന് അന്ധത പിടിച്ച ജനത്തിന് വിടുതല കൊടുക്കുന്ന ആദ്യത്തെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. അത് 4 മത്തായി 4:12 വായിച്ചേ. മത്തായി 4:12 ഈ വാക്യം കോട്ട് ചെയ്ത് അവിടെ പറഞ്ഞേക്കുന്നത്. ആയിരേ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാർ അവൻ വാങ്ങിപ്പോയി, ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രേത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ ചെന്ന് യേശുക്രിസ്തു. അപ്പൊ കന്നിപ്രസംഗം എവിടെ? അത് യെശയ്യാവിന് വെളിപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ ഇതെല്ലാം വെളിപ്പെട്ടെന്ന്. മാത്രമാണ് എല്ലാം വിവരിക്കുന്നില്ല. ആമേൻ. അതിനുശേഷമായിട്ട് അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, അതാ 53 മുഴുവൻ. അയ്യോ, എല്ലാ ഞായറാഴ്ച നമ്മൾ വായിക്കുന്നതല്ലേ, എപ്പോഴും ധ്യാനിക്കുന്നതല്ലേ. അത് അടുക്കടക്കായിട്ട് പറഞ്ഞാൽ വല്ലോ തീരുമോ? അയ്യോ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ പങ്കപ്പാടുകൾ സഹിച്ച് അവൻ മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, അവൻ മാത്രമാണ് മുതുക് ഉടവയാല് പോലെ നീളത്ത് കീറപ്പെട്ടവനായി, കണ്ണ് മൂടിക്കെട്ടി കന്നത്ത് അടിയേറ്റ് കാർക്കിച്ചു തുപ്പലേറ്റ് അവൻ സ്വന്തം മുതുക് ഉടവയാല് പോലെ നീളത്ത് കീറി വേച്ചും പറച്ചും കാൽവറിയിലേക്ക് അവൻ കുരിശുമനെ ചുമന്നുകൊണ്ട് നടന്നു പോകുന്ന നസ്രായ യെശയ്യാവ് കണ്ടു. മാത്രമാണ് രോമൻ കത്രിക്കുന്നതിന്റെ ഇടയിൽ മിണ്ടോറെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതായി. അവൻ മാത്രമല്ല, പക്ഷെ മരണത്തിൽ സമ്പന്നന്മാരോടും കൂടെ. ഇത് മുഴുവൻ യെശയ്യാവിന് വെളിപ്പെട്ടു. മാത്രമല്ല, എന്റെ മൃതന്മാർ ജീവിക്കുമെന്ന്, എന്റെ ശവങ്ങളെന്നൊക്കെ പറഞ്ഞത് യെശയ്യാവാ. മാത്രമാണോ, ഈ യേശു ക്രിസ്തുവിന്റെ ഉയർത്ത് കഴിഞ്ഞ് യേശു ഇവിടെ ഭരിക്കാൻ വരും. അതാ 32:1. ഞാൻ ഈ അധ്യായം പറഞ്ഞ യെശയ്യാവ് തന്നെ, അപ്പൊ വേറെ പുസ്തകമല്ല. 32:1. ഒരു രാജാവ് നീതിയോടെ വാഴും. ഒരു രാജാവ് നീതിയോടെ വാഴും. ഇത് യെശയ്യാവിന് വെളിപ്പെട്ടു. ആ ഭരണം എങ്ങനാ? 11:5. എങ്ങനാ ഭരിക്കുന്നത്? ഭരിക്കുമ്പോ എന്തുവാ ഇവിടെ സംഭവിക്കുന്നേ? 11:5 പെട്ടെന്ന് വായിച്ചോ. ആണ്ട് ഓരോരുത്തർ എഴുന്നേറ്റ് പോകുന്നു. നീതി അവന്റെ നടുക്കിട്ടും, വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. അടുത്തത്, ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പിന്നെ പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. പിന്നെ ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. അടുത്തത്, പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. അടുത്തത്, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പൊത്തിങ്കൽ കളിക്കും. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോസമതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും,
പുള്ളിപ്പുലിയും ഗോസമതുപോൽ സിംഹകാള പോൽ പുല്ലു തിന്നിടും പുലിയും ഗോസമതുപോൽ സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും ഓ സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും ചെറിയ ശിശുക്കൾ യേശുവിനായി വരുന്നു പരമേശൻ ഈ പാടിൽ ഭരണം പരമേൽ വരുന്നു പരമേശൻ ഈ പാടിൽ ഭരണം പരമേൽ മുടന്തർമാൻ നിന്നെ പോലെ ചാടിയിടും ഊമന്മാരും ഉല്ലസിച്ചാക്കും മുടന്തർമാൻ നിന്നെ പോലെ ചാടിയിടും ഊമന്മാരും ഉല്ലസിച്ചാക്കും കുരുടന്മാരുടെ കണ്ണു തുറക്കും കുരുടന്മാരുടെ കണ്ണു തുറക്കും ഒഴുകും ശേഷം വരുന്നു പരമേശൻ ഈ പാടിൽ ഭരണം പരമേൽ വരുന്നു പരമേശൻ ഈ പാടിൽ ഭരണം പരമേൽ ദൈവത്തെ സ്തുതിക്കേ. എനിക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് പ്രസംഗിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 2-2.5 മണിക്കൂർ അത് അഹങ്കരിച്ച് പറഞ്ഞതല്ല. ഇതുപോലെ പാട്ടുമൊക്കെ ഒന്ന് 2 ശീലി തത്തുല്യമായ പാട്ടുമൊക്കെ പാടിയ അതിൻ്റെ രീതി. പക്ഷെ ഇന്നങ്ങ് ഞാൻ അടങ്ങുക ഇതിലൊന്നും പാരപ്പെടണ്ട. ദൈവത്തിൻ്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിനെ യെശയ്യാവ് കണ്ടപ്പോൾ സകല കാര്യവും വെളിപ്പെട്ടു. എങ്ങനെ ജനിക്കും, ജനിക്കുന്ന ശിശുവിൻ്റെ വൈശിഷ്ട്യം, വിശേഷണ, എന്ത് കഴിക്കും, ആദ്യത്തെ ശുശ്രൂഷ എവിടെ, അവിടുത്തെ തിരുമരണം, ഉയർപ്പ് മാത്രമാണോ, അവിടുന്ന് രാജാവായി വന്ന് ഭരിക്കും, ആ ഭരണത്തിൻ്റെ വിശേഷത. എന്തിനേറെ കണ്ട് 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 യെശയ്യാവ് ഒറ്റ വാക്ക് പറയാം, പുതുവാന ഭൂമി വരെ കണ്ടു. 66:22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും മതി, അതും കണ്ടു. ദൈവത്തിന് മഹത്വം. പുതിയ ആകാശവും പുതിയ ഭൂമി. യേശുവിനെ കണ്ടാൽ നിനക്കെല്ലാം പിടികിട്ടും. യേശുവിനെ കണ്ടേ പോകാവൂ. യേശു നിന്നെ കാണും, നീ യേശുവിനെയും കാണണം. നീ ഒളിച്ചിരുന്നാലും യേശു നിന്നെ കാണും. ഒരുത്തൻ അത്തിയുടെ മണ്ടയിലിരുന്നു, ആരും കാണാതിരിക്കാൻ. യേശു നടന്നു എന്ന് വെച്ച് പറഞ്ഞു, ഉരുണ്ട് വീടാതെ താഴോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടില്ല, ഞാനങ്ങ് അത് കർത്താവ് പറയാ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. എൻ്റെ ഭാഷ പറയാം, യേശു പ്രോഗ്രാം ചേഞ്ച് ആക്കി. പ്രോഗ്രാം ആത്മാർത്ഥമായി കർത്താവിനെ കാണുന്നതിന് വേണ്ടി പ്രോഗ്രാം ചേഞ്ച് ആക്കും. വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, ആവശ്യബോധത്തോടെ യേശുവിനെ കാണാൻ നീ ചെന്നാൽ പ്രോഗ്രാം ചേഞ്ച് ആക്കും. കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ. അപ്പൊ അത്തിയുടെ മേളിൽ ഇരുന്നാ നിന്നെ കാണും. ഒരുത്തൻ അത്തിയുടെ കീഴെ കയറിയിരുന്നു. എന്നെ എപ്പോ കണ്ടു? നീ അത്തിയുടെ കീഴെ ഇരുന്നപ്പം മേളിൽ ഇരുന്നാലും കാണും. ആദ്യത്തെ അപ്പച്ചനും അമ്മച്ചിയും പാപം ചെയ്തതിന് ശേഷം ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് അത്തിക്ക് മറഞ്ഞിരുന്നെന്നാണ്. അതുകൊണ്ട് അത്തിയില കൂട്ടി അമ്മാമ്മ മിടിയും അച്ചായനൊരു ബെർമുടായും. എന്നെ ബെന്നിച്ച ഉച്ചയായപ്പം പരുവക്കേടായി. അപ്പം കാലത്ത് കേട്ടപ്പം രണ്ടും കൂടെ അത്തിക്ക് എം ഇ വർഗീസ് പണ്ട് പറഞ്ഞ് 2 സാറ്റ് കളിക്കുകയായിരുന്നെന്ന്. അപ്പം അത്തിക്ക് മറഞ്ഞിരുന്നാലും കാണും. നീ ഇരിക്കുന്നത് വെടിനേൽക്കുന്നതും. സ്തോത്രം. നീ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി അവിടെയും ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണം. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും
പരിജ്ഞാനം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തുവിനെ കണ്ടു വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. യെശയ്യാവ് യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ ജനനം മുതൽ അവിടുത്തെ ജീവിതങ്ങൾ, ശുശ്രൂഷ, മരണം, അടക്കം, പുനരുത്ഥാനം, ഉയർപ്പ്, തിരിച്ചുവരവ്, 1000 ആണ്ട് വാഴ്ച, ഭരണത്തിന്റെ വിശേഷത, ഒടുവിൽ പുതുവാന ഭൂമി വരെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ദർശനം നമുക്കുണ്ട്. യെശയ്യാവ് ഇനിയും പ്രസംഗിക്കുന്നില്ല, പ്രസംഗത്തിന്റെ മുഖവരെ വന്നതേ ഉള്ളൂ. എന്നാ ചെയ്യാനാ? ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. പറയുക, രക്ഷിപ്പാൻ കഴിയാതവണ് യഹോവയുടെ കൈ, ആ കൈ നിന്നെ ഒന്ന് തൊട്ടാൽ, ആ കർത്താവിന്റെ തൃക്കരം നിന്നെ ഒന്ന് തൊട്ടാൽ. ഇനി വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടാം. ഇല്ലെങ്കിൽ ചില വിദ്വാൻമാർ പറയും, വാക്യം വായിച്ചെങ്കിലും അതീന്ന് പുള്ളി ഒന്നും, ഈ പറഞ്ഞത് ആദ്യം ഒന്ന് കേട്ട് ഗുണപ്പെടുക, പിന്നെ അതീന്ന് ഈ പറഞ്ഞതെല്ലാം കേട്ടൊന്ന് ഗുണപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ അതീന്ന് കേൾക്കാഞ്ഞിട്ടാ, എന്നാ അതീന്ന് 2 എണ്ണം പറയാം. അല്ല, അങ്ങനെയുള്ള സുഖമായിട്ടുള്ള ആൾക്കാരുണ്ട്. അയാൾ കഴിഞ്ഞ ആശീർവാദം പറഞ്ഞാൽ മതി, ധൃതിയുണ്ടോ? പെട്ടെന്ന് പറയാം, വാക്യം വായിപ്പിക്കുന്നില്ല. അവിടുത്തെ തൃക്കരം തൊട്ടാൽ, അയ്യോ, 5 ദിവസം കൊണ്ട് ഭൂചരഗജര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് 6-ാം ദിവസം സർവജ്ഞനായ ദൈവം തൻ്റെ തൃക്കൈ കൊണ്ട് മണ്ണെടുത്ത് കുഴച്ച് രൂപപ്പെടുത്തി. എന്തായാലും അപാകതയുണ്ടോ തൃക്കൈ വന്നതുകൊണ്ട്? മൂക്കിൻ്റെ 2 തോള താഴോട്ടല്ലേ, ഇതിവിടെ മേളിലോട്ടായിരുന്നല്ലോ. എന്നും പനി. അവിടുത്തെ തൃക്കരം തൊട്ടാൽ ഈ ചെവി 2 മേളിലായിരുന്നല്ലോ. എന്നാ ഒരു സങ്കടം. ദൈവത്തിന് മഹത്വം. 5 വിരല് പരുവത്തിനാ. ഒന്ന് മൂക്ക് കടിച്ചു, അല്ലെ ചെവി ഒന്ന് കടിച്ചു, ഈ വിരൽ കയറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ വിരൽ അതിന് പരുവത്തിന്, ഈ വിരൽ കയറ്റാൻ പറ്റുമോ? ഉള്ള എല്ലാം പരുവത്തിന്. എന്തേലും അപാകതയുണ്ടോ? അവിടുത്തെ തൃക്കരം തൊട്ടാൽ ഒരപാകതയില്ല. അണ്ട പ്രിയത്തിന്റെ വീലി, ഇത് മുടി വളരുമ്പോൾ വളരുകയായിരുന്നല്ലോ. മുടി വെട്ടാൻ പോണം, പിരിയം വെട്ടാൻ പോണം. യോ, അത് വെട്ടുകല്ല, വെന്നിച്ച വടിക്കുക. അവിടെ ചെന്ന് തന്നെ താൻ ഏൽപ്പിച്ചു കൂടെ, അങ്ങനെ ആ ഗുരുദ്യാലേഖനത്തിൽ. അപ്പം മറ്റുള്ളതല്ല. ദൈവത്തമ്പുരാന്റെ തൃക്കൈ തൊട്ടപ്പോൾ ഇതിനൊരു അപാകതയില്ല. അങ്ങനെ ഇരിക്കുന്ന ആദമിന് തക്കതായ തുണ കൊടുക്കാൻ അടുത്ത സൃഷ്ടി വാരികല്ല് ഊരിയെടുത്ത് ഗാഠനത്തിന് വരുത്തി ഒരു തരുണീമണിയെ സൃഷ്ടിച്ച് വാമഭാഗത്ത് നിർത്തി. ആദാം ഉറക്കമുണ്ടെന്ന് നോക്കി, കണ്ണു ചിമ്മി നോക്കിയപ്പോ എൻ്റെ അപ്പോ സൈമൺ സാർ കൊടുത്തിരിക്കുന്നത്, ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരക്കണം. നീ അല്ല, അവൻ ഉറങ്ങിയിരിക്കാന്ന്, അല്ലെങ്കിൽ ഉറക്കമുള്ളതാ. ഉറക്കം ഉണർന്നാ ഞാൻ ചൊല്ലിയത്. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരത്നം. ഹവ്വ തനിക്ക് മുമ്പിലായി നിൽക്കുന്നു വിഭാതത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുപോലെ, ഭാനുബിംബം ചന്ദ്രബിംബം പോലെ വന്ന് നിൽക്കായി തള്ള. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു വിവാദത്തിൽ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച പോലെ. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു, എന്ത് ഞാൻ കാണുന്നത് ചന്തവേറിയ കാഴ്ച. ദൈവം തൃക്കൈ കൊണ്ട് നിർമ്മിച്ചതാ. എന്ത് ഞാൻ കാണുന്നത് ചന്തവേറിയ കാഴ്ച. ഹന്ത, അത് മലയാള ഭാഷയിൽ ഒരു പ്രയോഗമാ. ഹന്ത അങ്ങനല്ലയോ? അന്തഹന്ത കിന്തപ്പെട്ടെന്ന് പണ്ട് ഉദ്ദണ്ഡവാര്യര്
പൂണല്ലൊന്തിച്ചടച്ചാടിയ നിന്മത പകല രാമ രാമ ജനാന നീരിൽ താർവാണ വൈരാ നികരതരമോ മണ്ഡലി ചണ്ടഭാനോ നേരത്തായോരു നേരം തൊടുകുറികളയായ നേഷ കുളിക്കും നേരത്തിനപ്പുറം വിക്രമ നിർവര ഹന്ത. അതങ്ങനെ കൊടുക്കുന്ന പ്രയോഗമാണ്. അത് തന്നെ സാറും കൊടുത്തത്. എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച ഹന്ത മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം എന്തൊരു നവസൃഷ്ടി ദൈവം സൃഷ്ടിച്ചതാ. കേശഭംഗിയും അല്ലാതെ അള്ള വട്ടം കണ്ടിച്ച് കിടക്കുകയല്ലായിരുന്നു. ഈ അസുഖം വന്ന് രോഗങ്ങൾ വന്ന് മുടി പോയ മാന്യ സഹോദരിമാരോട് നിങ്ങളുടെ കാര്യമല്ല. ഒരു കുഴപ്പമില്ലാത്ത ലില്ലുകുട്ടി ഇതെല്ലാം കണ്ടിച്ചേച്ചിങ്ങനെ നടക്കുന്ന കാര്യമാണ്. നിന്റെ കാര്യമായി പറഞ്ഞത്. കേശഭംഗിയും മുഖാംബുജത്തിൽ ആശകൻ പോലെ കളിയാടുന്ന ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും. അവ വന്ന് പുഞ്ചിരിച്ചാൽ ആരും വശപ്പെടും. അങ്ങനെ പുഞ്ചിരിക്കുകയല്ലോ. കടുവ നോക്കുമ്പോഴാ നോക്കുന്നത്. നിന്റെ കൂടെ ആര് യോഗത്തിന് വരാനാ? ഈ ഇവിടെ എന്ന് പറയുന്നത് ആത്മാക്കളെ ആദ്യം നോട്ടമെങ്കിലും നന്നാക്കും. പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും അഞ്ചിതമായ ദന്തപ്രഭയും മുകളവും പാടലാതരം. ഏതാ പാടലാതരം? ചുണ്ടേ. പാടലാതരം ചുണ്ട് നല്ല ചുണ്ടാ. അല്ലാതെ വീടിയും സിഗരറ്റും വലിച്ച് കാറത്ത് വറകലം പോലിരിക്കുക. അമ്മയുടെ ചുണ്ട് നല്ല നല്ല പാടലാതരം മനോമോഹനൻ നാസികയും നല്ല തത്തച്ചുണ്ട് പോലത്തെ മൂക്ക്. നമ്മുടേത് കണ്ട് കിടുത്തയുള്ള അടിച്ചു വരുത്തി വെച്ചിരിക്കുക. പിന്നെ കിടുത്തയുള്ളതുകൊണ്ട് ജാസം. അമ്മയുടെ മൂക്ക് അങ്ങനെ നല്ല തത്തച്ചുണ്ട് പോലെ. മനോമോഹനൻ നാസികയും പേടമാനണിപടിതീടുന്ന മിഴികളും നല്ല മാൻകണ്ണ്. അല്ലാതെ ഓങ്കണ്ണി തള്ളയൊന്നുമല്ല. തെങ്ങ് നോക്കുമ്പോൾ മാവേലോട്ട് നോക്കുന്നതല്ല. അതൊക്കെ വന്നത് ഈ പാപം നിമിത്തമാണ്. അതൊക്കെ മാറും. നിരാശപ്പെടുകയൊന്നും വേണ്ട, മാറും. പേടമാനടിപണിതീടുന്ന മിടികളും ഉല്ലസൽ കല്ലോലം പോലിളകി ചില്ലി യുഗം. ഈ പുരികക്കൊടി ഇങ്ങനെ വെള്ളത്തിന് വരുന്നത് പോലെ കല്ലോല ജാലം കളിക്കുന്ന കണ്ടു. കമലമണി നിറമുട കമലം അത് കണ്ടു. ഈ കല്ലോലം പോലെ പുരിക ഉല്ലസൽ കല്ലോലം പോലിളകി ചില്ലി യുഗം. പിരിയം വെട്ടി നിൽക്കുക. നല്ലൊരു ദാടിമത്തെ വെണ്ടുന്ന ഗണ്ഡങ്ങളും. ഗണ്ഡം കവിള്, ദാടിമം മാതളം. അപ്പൊ കവിയുടെ ഭാവനയാ രണ്ട് മാതളപ്പഴം എടുത്തു വെച്ചതുപോലെ. ഹവ്വായുടെ വർണ്ണനയാ. അസൂയ തോന്നല്ലേ? ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തള്ളയെ പറ്റി പറയാൻ കിട്ടും. എനിക്ക് ആ ഇരിപ്പ് കാണുമ്പോൾ ഇതുപോലെ കുശുമ്പും കുഞ്ഞായ്മയും. ഞാൻ ഈ പറഞ്ഞത് ദൈവത്തിന്റെ തൃക്കരം തൊട്ടത് കൊണ്ടാ ഭംഗിയായത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ കരം കുറുകിപ്പോയിട്ടില്ല. ആ കരം നിന്റെ സന്തതിയായി ഇന്ന് രാത്രി തൊടും. ആ കരം നിന്നെ തൊട്ടാൽ നിന്റെ അപാകത മുഴുവൻ മാറും. നിന്റെ ശരീരത്തിന്റെ ബലഹീനത മുഴുവൻ മാറും. ആ തൃക്കരം കുറുകിയിട്ടില്ല. ഓടിച്ചവസാനിപ്പിക്കുക. ഒരു കുഷ്ഠരോഗി വന്ന് പറയുക, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. മത്തായി 8. യേശു കൈ നീട്ടി അവനെ തൊട്ടു, അന്നേരം ശുദ്ധമായി. അവിടുത്തെ തൃക്കരം നിനക്ക് രോഗശാന്തി തരുന്ന കരമാണ്. നിന്റെ ബ്രെയിൻ ട്യൂമറും ക്യാൻസറും മാരക രോഗവും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ളതാ ദൈവത്തിന്റെ തൃക്കൈ. ഇന്ന് രാത്രി ആ കൈ കുറുകിപ്പോയിട്ടില്ല. അവൻ തൊട്ടാൽ നിനക്ക് രോഗശാന്തിക അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവിടുത്തെ തൃക്കരം തൊട്ടാൽ നിനക്കൊരു കുഴപ്പവും വരികയില്ല. ഹവ്വായ സൃഷ്ടിച്ച കരം കുറുകിപ്പോയിട്ടില്ല. കുഷ്ഠരോഗിയെ തൊട്ട കരം കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ തൊടട്ടെ. രോഗപീഠകൾ ഇന്ന് രാത്രി ദൈവം അടിക്കുന്ന രാത്രിയാ. മാറാ രോഗങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. ക്യാൻസറിന്റെ അണുക്കൾ ഇന്ന് രാത്രി ഉരുകി മാറട്ടെ. നിന്റെ രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, അവൻ ഞരപ്പിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗപീഠകൾ ഇന്ന് രാത്രി അടിയട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് ആരും മൗനമായിരിക്കരുത്. ഈ കൈ ഇന്ന് രാത്രി നിന്നെ തൊടുക. യേശു നിന്നെ തൊട്ട് കഴിഞ്ഞാൽ സമയം പോയെന്നറിയാം. പക്ഷേ രോഗശാന്തി ആയിട്ടേ പോകാവൂ. രോഗിയായിട്ട് വന്നെങ്കിൽ ഇന്ന് രാത്രി രോഗിയായിട്ട് പോകരുത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പുണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക.
ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. രോഗപീഠകൾ ഇന്ന് രാത്രി ഇന്ന് രാത്രി യേശു തൊട്ടാൽ, അവിടുത്തെ തൃക്കൈ തൊട്ടാൽ നിന്റെ സകല രോഗബന്ധനം ഇന്ന് രാത്രി മാറുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി മാറട്ടെ. ഇന്ന് രാത്രി മാറട്ടെ. കിഡ്നി പ്രോബ്ലം ഇന്ന് രാത്രി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്റ്റേജിൽ നിൽക്കുന്നവരെ നിന്നാ മതി. നിങ്ങളെല്ലാം എഴുന്നേറ്റ് ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാം, അല്ലാത്തവരെഴുന്നേൽക്കണ്ട. ഇന്ന് രാത്രി എഴുന്നേറ്റ് ആരാധിക്കേണ്ടവർക്ക് ആരാധിക്കാം. ഇന്ന് രാത്രി രോഗശാന്തിയോടെ വേണം തിരിച്ചു പോകാം. ഓ, വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ അധികാരമുള്ള വിടുതൽ. ഈ ഗ്രൗണ്ടിൽ നിന്ന് രാത്രി രോഗശാന്തി വെളിപ്പെടുക. നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗബന്ധനം ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കുക. വിശ്വസിക്കുന്നവർ സ്വോത്രം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി വിടുതൽ എടുക്കും, വിടുതൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എല്ലാ കെട്ടുകൾ നിന്റെ ശരീരത്തിൽ, നിന്റെ ഹൃദയത്തിനകത്ത് അറ്റായിക്കുന്ന ശക്തികള് അടിക്കട്ടെ. ആരാധിച്ചു ദൈവത്തിന് വിടുതൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ, ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ, ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. രാത്രി വിടുതൽ, വിടുതൽ, വിടുതൽ. കുറുകേറ്റല്ല. വിടുതലോടെ വേണം തിരിച്ചു പോകാൻ, വിടുതലോടെ വേണം തിരിച്ചു പോകാൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അടിപ്പുണരാൽ സൗഖ്യം. ഇന്ന് രാത്രി വിടുതൽ, വിടുതൽ, വിടുതൽ. ഓ, നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ വെളിപ്പെടട്ടെ. സന്താനങ്ങളെ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരാധിക്കുമ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കുക. ആരാധിക്കുമ്പോൾ ദൈവിക രോഗശാന്തി, ദൈവിക വിടുതൽ. അമ്പലവടകം ചൂടവരച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Glory Jesus. യേശുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സമയം ഒത്തിരി അതിക്രമിച്ചു. ഇതുവരെ ക്ഷമിച്ച് സഹകരിച്ചവന് നന്ദി. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഒക്കുന്നെങ്കിലെ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്തി രണ്ട് കൈയും വീശി. ഇന്നും എന്നേക്കും ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും എന്നേക്കും പിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും എന്നേക്കും പിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഹോമ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. ഹോമ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച്
നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാവായി യേശുക്രിസ്തു